ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടില്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമ കട്ലറ്റാണ് കേട്ടോ. ഇന്ന് ഞാൻ ഷവർമ മസാലയ്ക്കുള്ള പച്ചക്കറിയൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാബേജ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ബ്രെഡ് ക്രംസൊക്കെ തലേ ദിവസം തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ പണി എളുപ്പമാകാൻ വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഷവർമ റോൾ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ചിക്കൻ ഷവർമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടെടുക്കുകയാണ്. ഇനി ഇതാ ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിതാ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീരിന് പകരം തൈര് ചേർത്തെടുക്കുന്നവർക്ക് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ആക്കി കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം മസാല പുരട്ടി വെക്കാം. നല്ലോണം മസാല ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ മസാല പുരട്ടി വെക്കുന്നത്. ഇത് നമുക്കിനി പാത്രത്തിൽ മൂടി വെക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 4 സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്താ ഇനി ഇത് മിക്സിയുടെ മൂടി അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഷവർമ മസാല ചേർക്കാനുള്ള സോസാണിത്. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയേക്കാം. നേരത്തെ മസാല വെട്ടി മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതാ കുറച്ചൊരു വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് തൈര് വേണമെന്ന് ആവശ്യമുള്ളവർ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ നിരത്തി വെച്ചു. ഇനി ഇതിൻ്റെ നേരത്തെ നാരങ്ങ നീര് ഒഴിച്ചില്ലേ, അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ മാത്രം ഞാൻ വരുത്തുക കേട്ടോ. ഒറ്റ വിസിൽ മാത്രമേ ഞാൻ വരുത്തുന്നുള്ളൂ. ഒരു വിസിലിൽ നിന്ന് കൂടുതലായാൽ നമ്മുടെ ചിക്കൻ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു വിസിലടിച്ചാൽ മതി. ചിക്കൻ ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഞാനിതാ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് ഒന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയാണ്.
ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ ഇതാ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടായിരുന്നു. അത് ഞാനിതാ കഷ്ണം കഷ്ണമായിട്ട്, ഒരുപാട് തരിതരിയായിട്ടല്ല, കഷ്ണം കഷ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് എടുക്കണം. ഡ്രൈ ആയി വരുമ്പോഴത്തേനും ഇതാ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഒരുപാടൊന്നും ഒഴിക്കില്ല, കുറച്ചാണ്. ഇനി ഇതിലേക്ക് ഇതാ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതാ ഈ ഒരു കപ്പിൽ ഞാൻ കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കാബേജ് പൊടിയായി അരിഞ്ഞാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേ കപ്പിൽ തന്നെ കുറച്ച് ക്യാരറ്റ്, ഇതാ ക്യാരറ്റ് അതുപോലെ പൊടിയായി അരിഞ്ഞ് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കൂടുതൽ പച്ചക്കറി വേണമെങ്കിൽ ക്യാപ്സിക്കം പിന്നെ ബീൻസൊക്കെ പൊടിയായി അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കാബേജും ക്യാരറ്റും കുറച്ചൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ തക്കാളി അരിഞ്ഞത്, ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അരിഞ്ഞത് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സീഡ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കഷ്ണം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനം ഉപ്പ് ചേർത്തിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. സോറി കേട്ടോ, അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിതാ നേരത്തെ പേസ്റ്റാക്കി വെച്ച മയോണൈസ് സോസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഇനി മല്ലിപ്പൂ ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമാക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് കടലത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണല്ലോ ഇത്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി വേഗണം ഇത്. സോറി കേട്ടോ, എനിക്ക് സോയാ സോസ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി തീ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് വരെ മൂടി വെക്കാം. ഇതിപ്പോൾ ഞാനിതാ ഷവർമ കട്ലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇത് ഷവർമ മസാല, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല, പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ കുറച്ചൊരു 1/2 സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാനായി തുടങ്ങാം. നമുക്കിത് കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു ഉരുളകളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ ഞാൻ ആക്കിയെടുക്കുന്നില്ല, നല്ല തിന്നായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തു കണ്ടല്ലോ. ഇതൊന്ന് കുറച്ചൊന്ന് പരത്തി, ഇതിപ്പോൾ ഉരുണ്ട ഷേപ്പിലാണുള്ളത്, കുറച്ചൊന്ന് പരത്തിയിട്ടെടുക്കുക. ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് മുട്ടയുടെ വെള്ളം മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് എടുക്കാം. മാറ്റിയെടുക്കാം.
അപ്പോൾ ഇതെനിക്ക് 3 ഉരുളക്കിഴങ്ങ് കൊണ്ട് 7 കട്ലറ്റാണ് ഉണ്ടാക്കി കിട്ടിയത്. ഞാനിത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അല്ല ചൂടാൻ കൂടിപ്പോയി.